നമ്മൾ നോക്കുന്നത് ബറോസ് എന്ന മൂവിയെ കുറിച്ചാണ്. ബറോസ് എന്ന മൂവി അതിഗംഭീരമായൊരു ഫാന്റസി ത്രില്ലർ മൂവിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിട്ടാണ് ശരിക്കും മാറിയത്. കാരണം ഞാൻ ഈ സിനിമയുടെ 3D ക്വാളിറ്റിയും ആ ഫാന്റസിയും ഒരിക്കലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് വളരെ എന്താ പറയുക ത്രിൽഡ് ആയിട്ടൊരു മൂവി ആയിട്ടാണ് പിന്നെ എനിക്ക് തോന്നി. കാരണം മോഹൻലാൽ എന്ന ആ ഒരു ആക്ടർ എന്താണോ ഇത്രയും കാലം അദ്ദേഹം സിനിമയിൽ നിന്ന് പഠിച്ചതും മനസ്സിലാക്കിയതും അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിൽ 100% വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ഈ 3D പറഞ്ഞ കുറേ സിനിമകൾ ഈ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടെങ്കിലും പക്ഷെ ആ 3Dയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഓരോന്ന് ഇപ്പോൾ അവതാറെല്ലാം മൂവിയുടെ 3Dയിലും കണ്ടുകഴിഞ്ഞാൽ അതൊക്കെ ഹൈ ക്വാളിറ്റി വരുന്ന സാധനമാണ്. അപ്പോൾ അതേ തന്നെ അപ്പോൾ ഞാൻ അവതാരം കണ്ടപ്പോഴും എനിക്ക് ഞാൻ ആ ഗ്ലാസ് എടുത്ത് മാറ്റുമ്പോൾ ഒരു ബ്ലറായിട്ട് നമുക്ക് കാണാം 3Dയിൽ. അതേ ഫീൽസിന് എനിക്ക് വിടും. കാരണം 3Dയിൽ ഒരു കോംപ്രമൈസ് യൂസ് ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ VFX ആയിട്ട് എന്തൊക്കെ ഗ്രാഫിക്സ് എന്ത് വേണമെങ്കിൽ കാണിക്കട്ടെ അതെല്ലാം തന്നെ ഈ സിനിമയിൽ പക്കയായിട്ട് അവർ 100% ഔട്ട്പുട്ട് വരുത്തിയിട്ടുണ്ട് അവർ. കാരണം അതിനെ മാത്രമല്ല ടെക്നോളജിയും ടെക്നിക്സും അറിയുന്നവർ അങ്ങ് ഹോളിവുഡിൽ നിന്നൊക്കെ ഇറക്കി ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. കാരണം ടെക്നിക്കൽ പരമായിട്ട് ഈ സിനിമ ബ്രില്യൻ്റ് പറഞ്ഞാൽ അതിഗംഭീരമായ സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഈ സിനിമ എല്ലാവരും കാണാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് മാത്രമാണെന്ന്. അങ്ങനെയൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും അങ്ങനെയൊന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലാരൂപമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് ഏത് സിനിമയും കാണാം. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലിറ്റിൽ റാസ്കൾ 1994 റേഞ്ചിൽ ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ട്. അതൊന്നും ഒരിക്കലും മുതിർന്നവർ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആ സിനിമ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് മുതിർത്തവരാണ്. അതിലത്രയും എന്താ പറയുക, നിങ്ങൾ കണ്ടു നോക്കൂ ലിറ്റിൽ റാസ്കൾ എന്ന സിനിമ കണ്ടു നോക്കൂ. അതുമായിട്ട് കുടിച്ചത് 1984 റേഞ്ചും അതിനുശേഷം ഒരു 3D ഒരു ബെസ്റ്റ് 3D മലയാളത്തിൽ വരുന്നു ചിലപ്പം ഇത് തന്നെയായിരിക്കും. ഇതിന് മുമ്പ് ഒരു 3D വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇന്ത്യൻ സിനിമത്തിന് ഇത്രയും നല്ലൊരു 3D മൈഡിൽ കുട്ടിച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. കാരണം പലതും 3D വന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് സിനിമ ഹിന്ദി സിനിമയിലൊക്കെ. പക്ഷെ ഇത് ഈ 3D ഒന്നൊന്നര 3D തന്നെയാണ്. കാരണം അത്രമാത്രം നമുക്ക് സ്ക്രീനിൽ ആ ഒരു ഫാന്റസിയുടെയും ആ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റും വളരെ വ്യത്യസ്തമാണ്. കാരണം അത്രമാത്രം ഫ്രഷ്നെസ് തരുന്ന ഒരു സ്ക്രീൻ എന്താ പറയുക ആ ഒരു ഫ്രഷ്നെസ് തരുന്ന ഒരു സ്ക്രീൻസ് ആണ് എല്ലാം. എന്ന് പറഞ്ഞാൽ അത്രമാത്രം നല്ല ക്ലാരിറ്റി ഈ 3Dയുടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതാണ്. പിന്നെ മോഹൻലാൽ എന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസറും തന്നെ അദ്ദേഹം തന്നെയാണ് മെയിൻ ആക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോൾസ് ഒക്കെ വളരെ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഓരോ ക്യാരക്ടറും വരുന്നത് ഇപ്പോൾ എന്താ പറയുക എല്ലാം വിദേശികളാണ്. മാക്സിമം ഇതിലുള്ള 99% ആളുകൾ വിദേശത്തിലാണ്. പക്ഷേ ഇതിന് പിന്നിൽ ശബ്ദം കൊടുത്തിരിക്കുന്നതായിരിക്കും തന്നെ മലയാളീസ് തന്നെയാണ്. അതിലിപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുഞ്ഞു റോൾസൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ശരിക്കും മോഹൻലാൽ എന്ന വ്യക്തിയിൽ 100% വിജയിച്ചു എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു സിനിമയിൽ കൊണ്ട് ഞാൻ പറയുന്നു മോഹൻലാൽ എന്ന വ്യക്തി ഈ സിനിമ വിജയിച്ചു. ഈ സിനിമ എടുത്ത് വിജയിച്ചു. ബറോസ് ഭയങ്കര രസമാണ്. പക്ഷേ ഇതിന് പിന്നെ എന്താ പറയുക ഇതിന്റെ ലാഗ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവാം. ഇപ്പോൾ ലാഗ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഇപ്പോൾ കുറച്ച് സീൻസുകൾ നമുക്ക് എന്താ പറയുക അതിന് അത്രയും സീൻസിന്റെ ആവശ്യമില്ല എന്ന് തോന്നിപ്പോവും. പക്ഷെ എന്നിരുന്നാലും അതൊന്നും ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സിനിമ കാണുമ്പോൾ ചെറിയൊരു അങ്ങോട്ടുള്ള ചെറിയ നിൽക്കുമൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം ഒരു എന്താ പറയുക ഒരു കട്ടൺ ഷോട്ടിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി മാത്രം ചിലപ്പോൾ അതുമായിരിക്കാം ഇതിൽ അത്ര സീൻസിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവുക. കണ്ടിന്യൂഷൻ പറഞ്ഞാൽ ഇത് കുറച്ചൊരു ഒന്നാമത്തെ ഫാന്റസിയാണ്. ഫാന്റസിയിൽ നമ്മൾ എന്താ പറയുക ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു പോകാൻ പറ്റുമോ എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും എനിക്കുള്ള അറിവ് വെച്ച് പറയുകയാണെങ്കിൽ അത്രയും ഫാസ്റ്റ് കട്ട് ചെയ്തിട്ട് ഫാന്റസിയിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിക്ക് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയങ്ങളായിരിക്കാം അത്രയും ഷോർട്സ് ഒക്കെ ഒരു കാര്യത്തെക്കുറിച്ച് ഇട്ടിരിക്കുന്നു. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ട് മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ ഡയറക്ഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ണായിട്ട് കാണാം. കാരണം ഇതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്തില്ലെങ്കിലും വിഷയം ഉണ്ടാവുന്നില്ല. കാരണം ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സാധനം. കാരണം അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വേറൊരു ജോണർ സിനിമയിൽ എടുത്തിരിക്കുന്നു. അദ്ദേഹം എടുത്തിരിക്കുന്നത് വളരെ എന്താ പറയുക അദ്ദേഹം ഇതിനെ ഈ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഓഡിയൻസിന് മാത്രമാണ്. അല്ലാതെ മറ്റേ നമ്മുടെ നടിയും കുത്തും ഉണ്ടാക്കിയിട്ടുള്ള സിനിമ എടുത്ത് കാണിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തല്ല. അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ടാക്കണം. അതുപോലെ സിനിമ വേറൊരു ഇതിനു മുമ്പ് വന്നിട്ടുണ്ടാവാൻ പാടില്ല. ഈ മലയാള ഇൻഡസ്ട്രിയിലോ ഇല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലോ വന്നിട്ടുണ്ടാവാൻ പാടില്ല.
അത് അദ്ദേഹം വളരെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഹോംവർക്കുകൾ അദ്ദേഹം ആ ഒരു പശ്ചാത്തലം കണ്ടെത്തുകയും അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും അത് വ്യത്യസ്ത രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ, കൊണ്ടുവരുന്നതിൽ ഒരു കോംപ്രമൈസും അദ്ദേഹം ഇതിലെടുത്തിട്ടില്ല എന്നാണ് ഞാൻ, ഒരു കോംപ്രമൈസും അതിന് കൊടുത്തിട്ടില്ല. കാരണം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാത്തിലും 100% എങ്ങനെ ക്വാളിറ്റി ഇടാം, അതാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ സിനിമയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് 3D കാണുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ആ ഒരു ഫാൻറ്റസിയുടെ ക്വാളിറ്റി കാണാൻ പറ്റും. അതിന് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിന്റെ പെർഫോമൻസ് ഇതൊക്കെ വളരെ അദ്ദേഹം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എല്ലാം 100% ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ മോഹൻലാൽ എന്ന ഒരു ഡയറക്ടർ, ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു ആക്ടർ, ഇല്ലെങ്കിൽ അദ്ദേഹം പ്രൊഡ്യൂസർ അതിനെ ചുക്കാൻ പിടിച്ചെന്ന് പറയാൻ പറ്റും. അത് അത്രമാത്രം നല്ല രീതിയിൽ അദ്ദേഹം ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരും, അതും കാര്യമൊക്കെ. അത് കാരണം ഇപ്പം നമ്മളൊരു വ്യക്തിയുടെ റിവ്യൂ നോക്കിയിട്ടല്ല സിനിമ കാണാൻ പോകുന്നത്. നമുക്കൊരു എപ്പോഴും നമ്മളൊരു സിനിമ കണ്ട് നമ്മൾ വേണം വിലയിരുത്താൻ. അല്ലാതെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ സിനിമ കാണാൻ പോയില്ലെന്ന് പറയുന്നതിൽ വലിയ എന്താ പറയുക മോശമുള്ളപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ പല സിനിമകൾ നമുക്കിപ്പോൾ എന്താ പറയുക കാണാനേ പറ്റത്തില്ല. ചിലരിപ്പോൾ ഏകപക്ഷീയമായിട്ടൊക്കെ പറയുന്നത് കേൾക്കണം. ചിലർക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാൽ പൊക്കി പറയും, മമ്മൂട്ടിന്റെ ഫഹദാണ് അങ്ങനെ ഏകപക്ഷീയമായിട്ട് ചില ഫാൻസ് അധികം തന്നെ ഈ അന്ധമായ ഫാൻസിലേക്ക് വരുന്നത്. അങ്ങനെ പറയുന്നവരിനെയും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഏത് സിനിമയും ആയാലും വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങൾക്കൊരു വിലയിരുത്താനുള്ളൊരു നിങ്ങളുടെ ഒരു മെച്യൂരിറ്റി, നിങ്ങളുടെ ഒരു വിവരവും വിവേകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വിലയിരുത്തൂ. അല്ലാതെ നിങ്ങൾ ആരാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് എനിമോർ. ഓക്കെ, അപ്പം എന്തായാലും ഈ സിനിമ നിങ്ങൾ അത് കാണാനും കാശ് കൊടുത്ത് കാണാനുള്ള സിനിമ ഉണ്ട്. പിന്നെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ 3D വിഷ്വൽസ് നമുക്ക് കിട്ടണമെങ്കിൽ, 3D എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. ആ ഒരു ഓളത്തിൽ നമ്മളിത് കണ്ടാലേ ഈ സിനിമയുടെ നമുക്ക് മനസ്സിലാക്കാനും അത് സിനിമ ആസ്വദിക്കാനും കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ടെലഗ്രാമിൽ വന്നിട്ട് നമുക്ക് കാണാം എന്ന് പറയുമ്പോൾ ആ 3D എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി എന്ന് പറയും, ആവശ്യം ഇതെന്താ സിനിമ എന്ന് ചോദിപ്പോവും. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ 3D ആണ്. 3D ആ ഫാൻറ്റസി വരുന്ന വിഷ്വലൈസേഷൻസ് ഒക്കെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ കഥ ചെറിയ പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ പറയാനൊന്നും പറ്റത്തില്ല. കാരണം ആ കഥയ്ക്ക്, ഈ ഒരു സ്റ്റോറിക്ക് ആ ഒരു ഇഴച്ചിൽ വന്നിട്ടുണ്ടെങ്കിലും അത് ആ സിനിമ കണ്ടുപോകുമ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ പൊയ്ക്കോളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ല രീതിയിൽ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ 3Dക്കുള്ളിൽ ഇരുന്നിട്ട് ഈ കഥ ഇഴച്ചിലൊക്കെ ഇല്ലാതെ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഈ സിനിമ കാണും. വളരെ വ്യത്യസ്തമായി വളരെ ഗംഭീരമായ ഒരു സിനിമയാണ് ശ്രീ മോഹൻലാൽ എന്താ പറയുക നമുക്ക് അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാലും നല്ലൊരു സിനിമയാണ്. കാരണം നല്ലൊരു 3D എക്സ്പീരിയൻസ്, ഫാൻറ്റസി എക്സ്പീരിയൻസ്. ടെക്നിക്കലി ഈ സിനിമ ബ്രില്യൻ്റ് ആണ്, 100% ആണ്. 100% ഔട്ട്പുട്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നിട്ടുണ്ട്. കാരണം ഒരിക്കലും 3D വരെ നമ്മളെ പറ്റിക്കൽ പരിപാടിയല്ല. നല്ല രീതിയിൽ സിനിമ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ബൈ, സീ യു.